Hello guys, welcome back to my channel NF Tips and Vlogs. ഇന്നത്തെ വീഡിയോ നമ്മൾ വന്നിട്ടുള്ളത് നിങ്ങൾ ലാപ്ടോപ്പ് പുതിയതായി വാങ്ങാൻ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് കറക്റ്റ് നിങ്ങളുടെ പർപ്പസിനനുസരിച്ച് ഏത് ലാപ്ടോപ്പാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ 4 ടൈപ്സ് ഓഫ് യൂസേഴ്സിന് എങ്ങനെ നിങ്ങൾക്ക് ലാപ്ടോപ്പ് സെലക്ട് ചെയ്യാം എന്നുള്ളതാണ് ഇപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിൽ തന്നെ ഒന്നാമെന്ന് പറയുന്നത് സ്റ്റുഡൻസിനും, രണ്ടാമതെന്ന് പറയുന്നത് ഓഫീസ് പർപ്പസിനും, മൂന്നെന്ന് പറയുന്നത് എഡിറ്റിങ്ങിനും, 4 ഗെയിമിങ്ങിനും. അപ്പോൾ ഈ 4 ടൈപ്സ് ഓഫ് യൂസേഴ്സിന് 4 ടൈപ്സ് ഓഫ് ലാപ്ടോപ്സ് ആയിരിക്കും ശരിക്കും വേണ്ടി വരിക. അത് ചിലപ്പം ഈ 2 ടൈപ്സ് ഓഫ് യൂസേഴ്സിന് രണ്ടും വേണ്ടി വരും ഒരു ലാപ്ടോപ്പിൽ തന്നെ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണെന്ന് കറക്റ്റ് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടത്തിൽ ബെല്ലും കൂടി അമർത്തുക, എന്നാൽ മാത്രമേ ഞാൻ അപ്ലോഡ് ഓരോ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പർപ്പസ് എന്താണെന്ന് നിങ്ങൾ ഫസ്റ്റ് അറിഞ്ഞിരിക്കണം. അതിനുശേഷം മാത്രം നിങ്ങൾ ലാപ്ടോപ്പ് സെലക്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ. ഇപ്പോൾ പർപ്പസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എഡിറ്റിങ്ങോ അല്ലെങ്കിൽ പിന്നെ ഗെയിമിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പോൾ 4 ടൈപ്സ് ഓഫ് യൂസ് ഞാൻ ഓൾറെഡി പറഞ്ഞു. അപ്പോൾ അത് ഏതാണ് നിങ്ങൾ ഫസ്റ്റ് നിങ്ങൾ നോക്കിക്കാണണം. അതിനുശേഷം മാത്രമേ ഈ ലാപ്ടോപ്പ് സെലക്ഷനിലേക്ക് പോകാൻ പാടുള്ളൂ. രണ്ടാമത് പറയുന്നത് ബഡ്ജറ്റാണ്. ഇപ്പോൾ ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ നമുക്കൊരു 35,000 ഒക്കെ മിനിമം ഉണ്ടെങ്കിൽ നല്ല ലാപ്ടോപ്സ് അത്യാവശ്യം കുറേ കാലമൊക്കെ നമ്മൾ യൂസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഓഫീസ് പർപ്പസിനാണെങ്കിൽ നിങ്ങൾ മിനിമം 40,000 ഒരു ലാപ്ടോപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഗെയിമിങ്ങിനാണെങ്കിൽ നിങ്ങൾ മിനിമം ഒരു 55,000 എങ്കിലും നിങ്ങൾ സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എഡിറ്റിങ്ങിനായാലും നിങ്ങൾ ഏകദേശം ഒരു 45,000 എങ്കിലും മിനിമം സ്പെൻഡ് ചെയ്യാൻ ശ്രമിക്കണം. പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ സ്പെസിഫിക്കേഷൻസ് അല്ലെങ്കിൽ നമ്മളെ റിക്വയർമെൻറ്റ്സ് മാറുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു ബഡ്ജറ്റിൽ ചേഞ്ച് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അത് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. അപ്പം നിങ്ങളത് നിങ്ങളെ പർപ്പസ് അനുസരിച്ച് കറക്റ്റ് എന്തൊക്കെയാണോ നിങ്ങൾ നോക്കി കണ്ടിട്ട് വേണം ഈ ഒരു ബഡ്ജറ്റിലേക്ക് വരാൻ. അപ്പോൾ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് പ്രൊസസ്സറാണ്. ഈ പ്രൊസസ്സർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഫസ്റ്റ് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇപ്പോൾ സ്റ്റുഡൻസിനാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇന്റലിലെ i3 സീരീസ് നോക്കുക. അപ്പോൾ ഇന്റലിലെ i3 12th gen എങ്കിലും മിനിമം ഇപ്പോൾ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പം അവർക്ക് റൈസനിലേക്കാണ് പോകുന്നുണ്ടെങ്കിൽ AMD Ryzen 3യിലേക്കെങ്കിലും മിനിമം പോവുക. ഇനിയിപ്പോൾ ഓഫീസ് പർപ്പസിനാണെങ്കിലും നിങ്ങൾ ഇന്റലിലെ i5 സീരീസ് എങ്കിലും ഏതെങ്കിലും എടുക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ Ryzen 5 നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ എഡിറ്റിങ്ങിനായാലും മിനിമം ഒരു i7 എങ്കിലും നിങ്ങൾ ഇന്റൽ സീരീസിൽ എടുക്കുക. ഇനിയിപ്പോൾ എല്ലാ Ryzen സീരീസിലേക്ക് പോകുകയാണെങ്കിൽ Ryzen 7 എങ്കിലും മിനിമം എടുക്കുക. അതുപോലെ തന്നെ ഇനിയിപ്പോൾ ഗെയിമിങ്ങിലാണെങ്കിൽ നിങ്ങൾ മിനിമം i5 എങ്കിലും മിനിമം എടുക്കുക, i5 12th gen. അതുപോലെ തന്നെ ഇനിയിപ്പോൾ Ryzen സീരീസിലാണെങ്കിൽ Ryzen 5 എങ്കിലും എടുക്കുക. ഇപ്പോൾ ഈ 6 ടൈപ്സ് ഓഫ് പ്രൊസസ്സറാണ് ഞാനിപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ തന്നെ നമുക്ക് Ryzen സീരീസ് ഒക്കെ നോക്കും. അതായത് Ryzen 3 ഒക്കെ വരുമ്പം അതിൽ ഒരു മോഡൽ നമ്പർ ഉണ്ടാവും. ആ ഒരു മോഡൽ നമ്പറിൽ എക്സ് അല്ലെങ്കിൽ യു അല്ലെങ്കിൽ ജി ഇതൊക്കെ വരുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചുള്ള ആ കോഡിനനുസരിച്ചുള്ള ഒരു പെർഫോമൻസ് വ്യത്യാസം കാണാനും പറ്റും. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം നിങ്ങൾ ആ ഒരു പ്രൊസസ്സറിൻ്റെ സെലക്ഷനിലേക്ക് പോകാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏറ്റവും പ്രിഫർ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് SSD വരുന്ന ഒരു ലാപ്ടോപ്പ് എടുക്കാനേ ഞാൻ പ്രിഫർ ചെയ്യുള്ളൂ. 256 GB SSD എങ്കിലും നിങ്ങൾ മിനിമം ഒരു സ്റ്റുഡൻറ്റ് ലാപ്ടോപ്പിനെങ്കിലും നിങ്ങൾ വെക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ ഹയർ ഡാറ്റ നിങ്ങൾക്ക് പിന്നെ ആവശ്യമാണെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ഹാർഡ് ഡിസ്ക് എക്സ്ട്രാ ആഡ് ചെയ്യുക. അതിലിപ്പോൾ SSD ആണെങ്കിൽ അതിൽ കറക്റ്റ് ഒരു വിൻഡോസ് അതിൽ തന്നെ ഇൻസ്റ്റാൾ ചെയ്യുക. ബാക്കിയുള്ള സ്റ്റോറേജിന് മാത്രം ഈ ഒരു ഹാർഡ് ഡിസ്ക് യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതുപോലെ തന്നെയാണ് ഈ ഒരു ഓഫീസ് യൂസേഴ്സിനും ഞാൻ പറയാനുള്ളത്. അവർക്ക് മിനിമം ഒരു 512 GB എങ്കിലും അവർ മിനിമം ഒരു SSD യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ അല്ല അവർക്ക് 256 GB SSD ആയാലും അവർക്ക് മിനിമം ഓക്കെ ആണ്. പിന്നെ നിങ്ങൾക്കൊരു എക്സ്പാൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഹാർഡ് ഡിസ്കും വേറെ ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ എഡിറ്റിങ്ങിനായാലും നിങ്ങൾ 1 TB മിനിമം SSD ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ പറയാൻ കാരണം ഇപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അവർക്കും ഈ ഒരു സ്പേസ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പോൾ 512 GB ലാപ്ടോപ്പ് ആയിരിക്കും അവരുടെ കയ്യിലുണ്ടാവുക. അപ്പോൾ എന്നിട്ടും അവർക്ക് ഈ ഒരു ഗെയിം രണ്ടെണ്ണം മാക്സിമം അവർക്ക് കയറ്റാൻ പറ്റുന്നുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഗെയിമിൻ്റെ സൈസ് എന്ന് പറയുമ്പോൾ ഏകദേശം 100 GB മുകളിലാണ് സൈസ് വരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് മാക്സിമം മോഡ്സോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. ഇപ്പോൾ സ്ട്രീമിങ്ങൊക്കെ ഇപ്പോൾ യൂട്യൂബിൽ എന്തെങ്കിലും സ്ട്രീമും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതാണെങ്കിൽ അവർക്കും ഇതേപോലെ തന്നെയാണ്. അപ്പോൾ എക്സ്ട്രാ മോഡ്സും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരും. അതിനായിട്ട് എക്സ്ട്രാ കുറച്ചും കൂടി സ്റ്റോറേജിൻ്റെ ആവശ്യമുണ്ടാകും. അപ്പോൾ ഈ ഒരു 512 GB ഈ സ്റ്റോറേജ് തികയില്ല. അപ്പോൾ അതുകൊണ്ട് ഒരു മിനിമം 512 GB SSD എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യുക. ഇല്ലാന്നുണ്ടെങ്കിൽ മിനിമം ഒരു 1 TB SSD എടുത്തിട്ട് അതിൽ നിങ്ങൾക്ക് ഒരു ഹാർഡ് ഡിസ്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പോൾ റാമിൻ്റെ കേസിൽ വരികയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു സ്റ്റുഡൻ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്യേണ്ട റാം എന്ന് പറയുന്നത് മിനിമം 7 GB ആണ്.
കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ വിൻഡോസ് 11 ഇപ്പോൾ നല്ലോണം റൺ ചെയ്യുന്നത് അത്യാവശ്യം സ്മൂത്തായിട്ട് റൺ ചെയ്യാൻ തന്നെ ഇപ്പം മിനിമം 8 GB റാമെങ്കിലും വേണം. അതുപോലെ തന്നെ ഇപ്പോൾ ഓഫീസ് പർപ്പസിനാണെങ്കിലും അവർക്കും 8 GB മിനിമം മതി. ഇനിയിപ്പോൾ അല്ല ഗെയിമിനെ കാണുന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവർക്ക് ഒരു 16 GB റാമെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ ഗ്രാഫിക്സോട് അവർക്ക് കളിക്കണം എന്നുണ്ടെങ്കിൽ മിനിമം 16 GB ഇടുന്നതാണ് ഏറ്റവും നല്ലത്. 8 GB ഇട്ടാലും റൺ ആവും, പക്ഷെ ഒരു മിഡ് റേഞ്ച് ഒരു ഗ്രാഫിക്സ് ക്വാളിറ്റി ഒക്കെ ഇട്ടിട്ട് അവർക്ക് കളിക്കാൻ കഴിയും. അതുപോലെ തന്നെ FPS കുറച്ച് ഡ്രോപ്പ് വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് 16 GB റാമെങ്കിലും നിങ്ങൾ ഇടാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ എഡിറ്റിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഞാൻ മിനിമം സെലക്ട് ചെയ്യുന്നത് അവർക്ക് ഒരു 8 GB അല്ലെങ്കിൽ 16 GB. 16 GB ആണ് ഒറ്റും കൂടി നല്ലത്. കാരണം ഹൈ വലിയ എന്തെങ്കിലും എഡിറ്റിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു മിനിമം 16 GB പോകാൻ നല്ലത്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു 8 GB ഓക്കെ, അങ്ങനെ നിങ്ങൾ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ രണ്ട് ടൈപ്സ് ഓഫ് സ്റ്റോറേജ്, അതായത് ഇപ്പോൾ പ്രൈമറി മെമ്മറിയാണ് നമ്മളെ ഈ ഒരു റാം എന്ന് പറയുന്നത്. അതുപോലെ സെക്കൻഡറി മെമ്മറിയാണ് ഹാർഡ് ഡിസ്ക് അല്ലെങ്കിൽ SSD. അപ്പോൾ ഈ രണ്ട് ടൈപ്പ് ഓഫ് മെമ്മറി നിങ്ങളിപ്പോൾ സ്റ്റോക്ക് ഒരു ലാപ്ടോപ്പ് നിങ്ങളിപ്പോൾ 256 GB ഒരു ലാപ്ടോപ്പ് വാങ്ങിയെങ്കിലും നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനും ഈ ഒരു കമ്പനി അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഏത് കമ്പനി ആയാലും ഇപ്പോൾ എക്സ്പാൻഡ് ചെയ്യാൻ ഇപ്പോൾ റാം ആയാലും നമുക്കിപ്പോൾ ഹാർഡ് ഡിസ്കോ അല്ലെങ്കിൽ SSD ഒക്കെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. ഇനിയിപ്പം ആ ഒരു കേസിൽ നിങ്ങൾക്ക് ഇപ്പം വേറെ എല്ലാ സ്പെക്കും ഓക്കെ ആയിരിക്കും, പക്ഷേ സ്റ്റോറേജിൻ്റെ കാര്യത്തിൽ കുറച്ചൊരു പ്രശ്നമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്പാൻഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോഴും കമ്പനി അവൈലബിൾ ആണ്. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഡൾ ആവേണ്ട കാര്യമില്ല. ഇനിയിപ്പോൾ നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഡിസ്പ്ലേ ആണ്. ഇപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു 60 Hz ഒക്കെ റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണെന്നുണ്ടെങ്കിൽ അതും ഒരു LCD അല്ലെങ്കിൽ LED ഒക്കെ വരുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ അവർക്ക് സ്റ്റുഡൻസിന് കറക്റ്റ് ആയിരിക്കും. അതുപോലെ തന്നെ ഓഫീസ് യൂസേഴ്സിനും അതായിരിക്കും ഏറ്റവും ബെറ്റർ. പക്ഷേ ഈ എഡിറ്റിങ്ങിന് വരുന്ന ടൈമിൽ അവർക്ക് ആ ഒരു യൂസേഴ്സിന് മെയിനായിട്ട് അവർക്ക് വേണ്ടത് അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി ഉള്ള ഡിസ്പ്ലേ ആണ് വേണ്ടത്. മിനിമം ഒരു LED അല്ലെങ്കിൽ OLED വരുന്ന ഒരു സ്ക്രീൻ ആയിരിക്കും അവർക്ക് വേണ്ടത്. അതുപോലെ തന്നെ അത്യാവശ്യം റിഫ്രഷ് റേറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല പക്കയായിട്ട് അവർക്ക് എഡിറ്റിങ് കാര്യങ്ങളും ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ ഡിസ്പ്ലേൻ്റെ സൈസും അവർ കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. മിനിമം ഒരു 15.6 ഇഞ്ച് എങ്കിലും, ഇപ്പോൾ ഈ ഒരു ലാപ്ടോപ്പിൻ്റെ എന്ന് പറയുമ്പോൾ 15.6 ഇഞ്ചാണ് ഇതിൻ്റെ ഒരു ഡിസ്പ്ലേ സൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അതെങ്കിലും മിനിമം അവർ വാങ്ങാൻ ശ്രദ്ധിക്കുക. പക്ഷേ ഈ ഗെയിമിംഗ് യൂസേഴ്സിന് പറയുമ്പോൾ അവർക്ക് നല്ലൊരു റിഫ്രഷ് റേറ്റ് വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് വേണ്ടത്. ഇപ്പോൾ ഈ ഒരു ലാപ്ടോപ്പ് പറയുമ്പോൾ 144 ഹെർട്സിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ് നൽകിയിട്ടുള്ളത്. ആ റിഫ്രഷ് റേറ്റ് വരുന്ന ഡിസ്പ്ലേ കൊണ്ട് തന്നെ അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ നല്ല സ്മൂത്തായിട്ട് റണ്ണും ആവും. അപ്പം നമുക്ക് കാണാനും പറ്റും. ആ ഒരു വിഷ്വലിയാണ് മെയിനായിട്ട് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോൾ ഗെയിമിങ്ങിലൊക്കെ ആകുമ്പോൾ നല്ല കറക്റ്റ് എല്ലാ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ ഈ ഒരു നല്ല അടിപൊളി ഡിസ്പ്ലേ ആവണം. അതുപോലെ തന്നെ LCD അതും അല്ലെങ്കിൽ LED അല്ലെങ്കിൽ OLED. അപ്പോൾ ഈ ഒരു 3 ടൈപ്പ് ഓഫ് ഡിസ്പ്ലേയിൽ നിങ്ങൾക്ക് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ വരുന്ന ഡിസ്പ്ലേ ആണെങ്കിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത് ബാറ്ററിയാണ്. ഈ ഒരു ബാറ്ററിയുടെ കേസ് നോക്കുകയാണെങ്കിൽ സ്റ്റുഡൻസിനായാലും അല്ലെങ്കിൽ ഓഫീസ് പർപ്പസ് യൂസ് ചെയ്യുന്ന ആൾക്കാരെ ആണെങ്കിലും അവർക്ക് അത്യാവശ്യം ലോങ് ബാറ്ററി വേണ്ടി വരും. അപ്പോൾ ലോങ് ലൈഫ് ബാറ്ററി വരുന്നതുകൊണ്ട് തന്നെ അവർ അത്യാവശ്യം ഈ ഒരു മിനിമം ഒരു 10 hours അല്ലെങ്കിൽ 7 hours എങ്കിലും വരുന്ന ഒരു ലാപ്ടോപ്പ് എടുക്കാൻ ശ്രമിക്കുക. ഇനിയിപ്പോൾ അല്ല അവർക്ക് എഡിറ്റിംഗ് അല്ലെങ്കിൽ പിന്നെ ഗെയിമിങ്ങിനാണെങ്കിൽ അവർക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഇപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്സ് ഒക്കെ ആണെങ്കിൽ ഒരു മാക്സിമം അവർക്ക് 3 hours ആണ് ഒരു ബാറ്ററി ബാക്കപ്പ് കിട്ടുക. നമ്മൾ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ബാറ്ററിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഗെയിമോ കാര്യങ്ങളൊക്കെ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ലത് പ്ലഗ് ആൻഡ് പ്ലേ ആണ്. അതാകുമ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് എന്നൊരു സംഭവം ഉണ്ടല്ലോ, ഗ്രാഫിക്സ് കാർഡ് ഈ ഒരു പ്രൊസസ്സറും അത്യാവശ്യം നല്ലൊരു പെർഫോമൻസ് ആയിരിക്കും നമുക്ക് ആ ഒരു പ്ലഗ് ആൻഡ് പ്ലേയിൽ കിട്ടുക. അപ്പോൾ അത് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ അവർക്ക് ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഈ ഒരു ബാറ്ററി ബാക്കപ്പ് അവർക്ക് കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എഡിറ്റിങ്ങിനായാലും അവർക്കും അത്യാവശ്യം ഈ പ്ലഗ് ആൻഡ് പ്ലേ ആണ് ഏറ്റവും നല്ലത്. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗ്രാഫിക്സ് കാർഡാണ്. ഈ ഗ്രാഫിക്സ് കാർഡ് ഏറ്റവും കൂടുതൽ യൂസ്ഫുൾ ആയിട്ടുള്ളത് ഈ എഡിറ്റിംഗ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കും അല്ലെങ്കിൽ ഗെയിമിംഗ് യൂസേഴ്സിനും. അപ്പോൾ ബാക്കിയുള്ള 2 യൂസേഴ്സിന് അത്ര വലിയ ആവശ്യമുള്ള ഒരു കാര്യമല്ല. അപ്പോൾ ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് മെയിനായിട്ട് ഇപ്പം എല്ലാവരും ഉപയോഗിക്കുന്നത് എന്താണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഈ ഒരു ഗെയിമിങ്ങിനും അതുപോലെ തന്നെ എഡിറ്റിങ്ങിന് വരികയാണെങ്കിൽ 3D റെൻഡറിങ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് മെയിനായിട്ട് ഈ ഒരു ഗ്രാഫിക്സ് കാർഡ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഗ്രാഫിക്സ് കാർഡ് ഇപ്പോൾ ചൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മിനിമം 4 GB വരുന്ന ഒരു GTX 1650 എങ്കിലും നിങ്ങളിപ്പോൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പക്ഷേ ഇനിയിപ്പോൾ RTX ഇതിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബഡ്ജറ്റ് ഇപ്പോൾ അതായത് സ്റ്റാർട്ടിംഗ് ആണെന്നുണ്ടെങ്കിൽ GTX നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അല്ല നിങ്ങളൊരു കുറച്ചും കൂടി ഒരു ബഡ്ജറ്റ് നിങ്ങൾക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ RTX സീരീസും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ളൊരു ചൂസിങ് ഓപ്ഷൻ ഉണ്ട്. ഈ 8ാമത്തെ കാര്യം എന്ന് പറയുന്നത് കീബോർഡാണ്. ഇപ്പം ഇനി കീബോർഡിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ ഇപ്പം ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ കൂടുതൽ ചെയ്യുകയാണ്. അതുപോലെ ടൈപ്പിംഗ് മെയിനായിട്ട് വേണ്ടത് ഓഫീസ് യൂസേഴ്സിനാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സ്റ്റുഡൻറ്റിനായാലും വലിയ ടൈപ്പിംഗ് കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടി വരില്ല, എന്നാലും കുറവായിരിക്കും അവർക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ. അപ്പം അവർക്ക് അതിനനുസരിച്ചുള്ള ഒരു കീബോർഡ് ആയിരിക്കും കിട്ടുക. പക്ഷേ ഈ ഒരു ഗെയിമിംഗ് യൂസേഴ്സിന് അങ്ങനെയല്ല വരിക. അത്യാവശ്യം നല്ലൊരു കീബോർഡ് ആയിരിക്കും വേണ്ടി വരിക. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി വേണം.
അതുപോലെ തന്നെ ലോങ് ലൈഫ് ആവണം. അപ്പം ഇപ്പോൾ ഈ ഒരു WSD എന്നൊരു ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള തന്നെ ഈ ഒരു കീ തന്നെ കണ്ടില്ലേ, ഇത് അത്യാവശ്യം നല്ല കൂടുതൽ യൂസ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ നല്ല അത്യാവശ്യം ലോങ് കിട്ടണമെന്നുണ്ടെങ്കിൽ നല്ലൊരു കീബോർഡൊക്കെ വരുന്ന ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ എഡിറ്റിങ്ങിനായാലും അവർക്ക് ഇതേപോലത്തെ ഒരു കീബോർഡ് ആണെങ്കിലും അവർക്ക് പ്രശ്നമില്ല. അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി അതിലും വേണം. ബട്ട് ഇതിന് ഈ ഒരു കീബോർഡ് ഇപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് വരുന്ന കീബോർഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റെസ്പോൺസ് ആയിരിക്കും. അപ്പോൾ നമ്മൾ തൊട്ട് കഴിഞ്ഞാൽ നല്ല സെൻസിറ്റിവിറ്റി ആയിരിക്കും ഇതിൽ വർക്ക് ആവുന്നത്. നല്ല റെസ്പോൺസ് ആയിരിക്കും നമുക്ക് ആ ഒരു ടൈമിൽ കിട്ടുന്നത്. പക്ഷേ ഈ ഓഫീസ് യൂസേഴ്സിന് നിങ്ങൾ ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ നമ്പർ പാഡ് ഉള്ളൊരു കീബോർഡ് ഉള്ള ഒരു ലാപ്ടോപ്പ് വാങ്ങാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ഗെയിമിങ്ങിനോ അല്ലെങ്കിൽ എഡിറ്റിങ്ങിന് യൂസ് ചെയ്യുന്ന ആൾക്കാർ ഇപ്പോൾ രണ്ടും, ഗെയിമിങ്ങും അതുപോലെ തന്നെ എഡിറ്റിങ്ങും രണ്ടും കൂടി വേണം, അങ്ങനത്തെ ഒരു ലാപ്ടോപ്പാണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു ലാപ്ടോപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിലും ആ ഒരു കീബോർഡ് നിങ്ങൾ നമ്പർ കീസ് മെയിനായിട്ട് വരാമെന്ന് ശ്രദ്ധിക്കുക. ഇവിടെ ഒരു നമ്പർ പാഡ് വേറെ ഉണ്ടെങ്കിലും പക്ഷേ ഇവിടെ കുറച്ച് വരുമ്പോൾ അത്യാവശ്യം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി എട്ടാമത്തെ കാര്യം നോക്കുകയാണെങ്കിൽ പോർട്സിൻ്റെ കാര്യത്തിൽ കുറച്ച് ശ്രദ്ധിക്കാനുണ്ടാവും. കാരണം എന്ന് വെച്ചാൽ ഇപ്പം USB പോർട്ടാണ് ഉള്ളത്, അതുപോലെ തന്നെ HDMI പോർട്ട് ഉണ്ട്, അതുപോലെ തന്നെ SD കാർഡ് റീഡർ ഉണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ അതൊക്കെ മെയിനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു USB മെയിനായിട്ട് വേണ്ട ഒരു സംഭവം വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഗെയിമിംഗ് യൂസേഴ്സിനാണ്. അപ്പോൾ അവർക്ക് ഗെയിമിംഗ് യൂസേഴ്സിനാകുമ്പോൾ അവർക്ക് എക്സ്റ്റേണൽ മൗസ് അതുപോലെ തന്നെ എക്സ്റ്റേണൽ കീബോർഡൊക്കെ മെയിനായിട്ട് അവർക്ക് വേണ്ടി വരും. ഇപ്പോൾ കീബോർഡൊക്കെ പറയുമ്പോൾ ഒരു മെക്കാനിക്കൽ കീബോർഡൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നല്ല സുഖമായിട്ട് ഗെയിമും കാര്യങ്ങളൊക്കെ കളിക്കും. ഇപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി അടിപൊളിയായിട്ട് ഗെയിം കളിക്കാൻ പറ്റുന്നത് എക്സ്റ്റേണൽ കീബോർഡും പിന്നെ എക്സ്റ്റേണൽ മൗസ് വെച്ചിട്ട് തന്നെ ആയിരിക്കും. ഇത് പോരാത്തതിന് അവർക്ക് കൂളിംഗ് പാഡ് എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ അതും വേറെ എക്സ്ട്രാ USB പോർട്ട് വേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ USB പോർട്ട് അത്യാവശ്യം ഉള്ളൊരു ലാപ്ടോപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക. ഇനിയിപ്പോൾ എല്ലാം നിങ്ങൾ അത്യാവശ്യം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ട്, പക്ഷേ USB പോർട്ട് അങ്ങനത്തെ പോർട്സും കാര്യങ്ങളും കുറച്ച് കുറവാണെന്നുണ്ടെങ്കിലും ഒരു USB പോർട്ടിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്ത് നിങ്ങൾക്ക് USB ഹബ്ബ് ഇപ്പോൾ വേറെ ഓൺലൈനിലും കാര്യങ്ങളൊക്കെ ആയിട്ട് വാങ്ങാൻ പറ്റും. അതൊരു ഗാഡ്ജറ്റ് നിങ്ങൾക്ക് വാങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത്യാവശ്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യാനും പറ്റും. പിന്നെ ഒമ്പതാമത്തെ കാര്യം എന്ന് പറയുമ്പോൾ നിങ്ങൾ ഈ ഒരു മൈക്ക് അല്ലെങ്കിൽ സ്പീക്കർ, ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇപ്പം ഈ സ്പീക്കറിൻ്റെ കേസിൽ നോക്കുകയാണെങ്കിൽ എല്ലാ ലാപ്ടോപ്പിലും അത്യാവശ്യം നല്ല സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ സ്പീക്കർ പറഞ്ഞു കഴിഞ്ഞാൽ ഈ സൈഡ് ആയിരിക്കും. അപ്പം സ്പീക്കർ ക്വാളിറ്റി അത്യാവശ്യം ചെക്ക് ചെയ്തിട്ട് മാത്രമേ എടുക്കാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ മൈക്കിൻ്റെ കേസാണെങ്കിൽ നിങ്ങൾ മൈക്കും കാര്യങ്ങളെല്ലാം ടെസ്റ്റ് ഒക്കെ ചെയ്യുക. ഇപ്പം മൈക്ക് അത്ര നോയിസ് ക്യാൻസലേഷൻ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിലും എന്നാലും അത്യാവശ്യം നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ടോ എന്ന് നിങ്ങൾ ചെക്ക് ചെയ്തിട്ട് മാത്രം എടുക്കാൻ ശ്രദ്ധിക്കുക. ഇനി പത്താമത്തെ കാര്യം എന്ന് പറയുമ്പം ക്യാമറ. ഈ ക്യാമറയുടെ കേസ് നോക്കുകയാണെങ്കിൽ അവർക്ക് മെയിനായിട്ട് ഇപ്പോൾ സ്റ്റുഡൻസിൻ്റെ ഒക്കെ ആണെങ്കിൽ സ്റ്റുഡൻസ് അതേപോലെ തന്നെ ഓഫീസ് പർപ്പസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ മീറ്റിംഗ്സ് അല്ലെങ്കിൽ ക്ലാസ് ഓൺലൈൻ ക്ലാസ് കാര്യങ്ങളൊക്കെ അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു ക്യാമറ ഉള്ള ഒരു ലാപ്ടോപ്പ് സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ഇത് ഈ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പിൽ ക്യാമറ വരുന്നുണ്ട്, ചില ഗെയിമിംഗ് ലാപ്ടോപ്സിന് അത് പ്രൊവൈഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾക്ക് ഇപ്പം ക്യാമറ വേണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ ഒരു കാര്യത്തിൽ പോവാം. ഇനിയിപ്പോൾ അല്ല ക്യാമറ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ക്യാമറ ഉള്ള ലാപ്ടോപ്പ് തന്നെ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ ക്യാമറ സെലക്ട് ചെയ്യുന്ന സമയത്ത് ക്യാമറ ഉള്ള ലാപ്ടോപ്പ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ക്വാളിറ്റി നിങ്ങൾ കൂടി സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ഇതിന് പറയുമ്പോൾ അത്ര വലിയൊരു ക്വാളിറ്റി ഇല്ല, നല്ലൊരു 720 റെസൊല്യൂഷനിലൊക്കെ ഈ ഒരു വീഡിയോ എടുക്കാനൊക്കെ പറ്റുന്നതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ബോഡിയാണ്. ഇപ്പോൾ ഈ ബോഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാ ഭാഗത്തും ഒന്ന് അത്യാവശ്യം നെക്കി നോക്കണം. കാരണം വെച്ചാൽ ഇതിൻ്റെ ക്വാളിറ്റി ഒക്കെ വ്യത്യാസം ഉണ്ടെങ്കിൽ ക്വാളിറ്റി കുറവാണെന്നുണ്ടെങ്കിൽ വേഗം ഡാമേജ് ആവാൻ ചാൻസ് ഉണ്ട്. ഇപ്പം മെയിനായിട്ട് ഈ ഒരു ബോഡി എന്തെങ്കിലും കംപ്ലൈൻറ്റ്, ബോഡിക്ക് എന്തെങ്കിലും ഒരു ഉറപ്പ് കുറവുന്നുണ്ടെങ്കിൽ മെയിനായിട്ട് വേഗം അഫക്റ്റ് ചെയ്യുന്നത് ഈ ഡിസ്പ്ലേക്ക് ആയിരിക്കും. ഇപ്പം ജസ്റ്റ് പെട്ടെന്ന് ആക്സിഡൻ്റ് ആയിട്ട് നമ്മൾ കൈ കുത്തി അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഡിസ്പ്ലേ വേഗം പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല റേറ്റും ഉണ്ട്. ഇപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ പറയുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു ഹൈ റിഫ്രഷ് റേറ്റ് ഒക്കെ വരുന്ന ഡിസ്പ്ലേ ഒക്കെ കൊണ്ട് അതിന് അത്യാവശ്യം റേറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ആ ഒരു ബോർഡിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗെയിമിംഗ് ലാപ്ടോപ്പ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ ഈ ഒരു സ്റ്റീൽ എടുക്കാതെ നോക്കുക. സ്റ്റീൽ എടുത്തു കഴിഞ്ഞാൽ പ്രശ്നം വെച്ചാൽ ഈ ഹീറ്റ് നമുക്ക് പെട്ടെന്ന് അറിയാൻ കഴിയും. ഇപ്പോൾ ഈ പ്ലാസ്റ്റിക് ആയതുകൊണ്ട് ഈ ഒരു ലാപ്ടോപ്പ് പ്ലാസ്റ്റിക് ആയതുകൊണ്ട് അത്ര വലിയ പ്രശ്നമില്ല. ഇതിപ്പോൾ F15 അസ്യൂസ് ടഫ് ഗെയിമിംഗ് F50 എന്ന് പറഞ്ഞ മോഡലാണ്. A50 മോഡൽ വരുമ്പോൾ അത് സ്റ്റീൽ ബോഡിയാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം ഹീറ്റും കാര്യങ്ങളൊക്കെ വേഗം അറിയാൻ പറ്റും. ഈ ഒരു ലാപ്ടോപ്പിൽ ആ ഒരു പ്രശ്നമില്ല. ഇനിയിപ്പോൾ സ്റ്റുഡൻസിനും അല്ലെങ്കിൽ ഓഫീസ് പർപ്പസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് എപ്പോഴും കൊണ്ടുനടക്കേണ്ട ആവശ്യമുണ്ടാവും. അപ്പോൾ ആ സമയത്ത് അത്യാവശ്യം വെയിറ്റും കുറഞ്ഞിട്ടുള്ള ലാപ്ടോപ്പ് നിങ്ങൾ സെലക്ട് ചെയ്യാൻ ശ്രദ്ധിക്കുക. ആ ടൈപ്സ് ഓഫ് യൂസേഴ്സിന് സ്ലിം ആയിട്ടുള്ള ലാപ്ടോപ്പാണ് ഞാൻ സജസ്റ്റ് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു ബോഡിൻ്റെ കാര്യത്തിൽ നിങ്ങൾ ചൂസ് ചെയ്യേണ്ടത് ആ ഒരു സ്റ്റുഡൻസിനെ അല്ലെങ്കിൽ ഓഫീസ് പർപ്പസ് ഒക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് മെയിനായിട്ട് വേണ്ടത് ഈ ഒരു സ്റ്റീൽ ബോഡി ആയിരിക്കും. ഇപ്പോൾ അടുത്ത കാര്യം എന്ന് പറയുന്നത് ട്രാക്ക് പാഡാണ്. ഇപ്പോൾ ട്രാക്ക് പാഡ് വരുമ്പോൾ ഈ ഒരു ലാപ്ടോപ്പിന് വരുന്ന ട്രാക്ക് പാഡിൽ
ലെഫ്റ്റും റൈറ്റും വരുന്ന കീസ് ഉണ്ട്. ഇനിയിപ്പോൾ അല്ല വേറൊരു ട്രാക്ക് പാഡ് വരുന്നത് വെച്ച് കഴിഞ്ഞാൽ അത് ഇൻ്റഗ്രേറ്റഡ് ആയി വരുന്ന ബട്ടൺസ് ആണ് വരുന്നത്. അപ്പം ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ അല്ലാതെ ചില ലാപ്ടോപ്പ് അതിപ്പോൾ റോഗ് സീരീസ് ഒക്കെ അസൂസിൻ്റെ റോഗ് സീരീസ് ഒക്കെ വരുന്ന സമയത്ത് ഒരു നമ്പർ കീ ഒരു ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലാണ്, അത് ട്രാക്ക് പാഡിൽ ഡിസ്പ്ലേ ചെയ്യുന്ന രീതിയിലാണ് ആ ഒരു ട്രാക്ക് പാഡ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിനനുസരിച്ചുള്ള ബഡ്ജറ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് കണക്ടിവിറ്റിയാണ്. ഈ കണക്ടിവിറ്റി എന്ന് പറയുമ്പോൾ വൈഫൈയും ബ്ലൂടൂത്തും പെടും. അപ്പോൾ ഈ ഒരു വൈഫൈ 6 എങ്കിലും മിനിമം നിങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. 6 വേർഷൻ എങ്കിലും നിങ്ങൾ മിനിമം ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ബ്ലൂടൂത്ത് ആണെങ്കിലും 5.1 എങ്കിലും മിനിമം ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പോൾ 13ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗാഡ്ജറ്റ്സ് ആണ്. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പ് വാങ്ങിയതിനു ശേഷം അതിന് പുറമെ നമ്മൾ വാങ്ങേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് എക്സ്റ്റേണൽ മൗസ്. ഈ എക്സ്റ്റേണൽ മൗസ് എന്ന് പറയുമ്പോൾ എല്ലാ ടൈപ്സ് ഓഫ് യൂസേഴ്സിനും വേണ്ട ഒരു കാര്യമാണ്. ഈ ട്രാക്ക് പാഡ് നമ്മൾ എപ്പോഴും യൂസ് ചെയ്യേണ്ട കാര്യം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ നമുക്ക് ഏറ്റവും ഒന്നുകൂടി യൂസർ ഫ്രണ്ട്ലിയൊക്കെ ആയിട്ടുള്ളത് ഈ ഒരു മൗസ് തന്നെയാണ്, എക്സ്റ്റേണൽ മൗസ്. അപ്പോൾ അത് ഒന്നെങ്കിൽ വയർലെസ് ഉണ്ടാവും, അല്ലെങ്കിൽ ഇപ്പോൾ ഈ വയേർഡും ഉണ്ടാവും. അപ്പം ആ രണ്ട് ടൈപ്സ് ഓഫ് മൗസിൽ നമുക്ക് ഏത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റുഡൻറ്റിന് അല്ലെങ്കിൽ ഓഫീസ് പർപ്പസ് യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ അവർക്ക് നോർമൽ വയേർഡോ അല്ലെങ്കിൽ വയർലെസ് മൗസ് ചൂസ് ചെയ്യാതാണ്. ഇനിയിപ്പോൾ അല്ല എഡിറ്റിങ്ങിന് അല്ലെങ്കിൽ ഈ ഒരു ഗെയിമിങ്ങിനൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ ഏറ്റവും ഞാൻ കൂടുതൽ സജസ്റ്റ് ചെയ്യുന്നത് ഈ ഒരു മൗസാണ്. കാരണം ഈ ഒരു മൗസ് ഇങ്ങനത്തെ ഒരു ഗെയിമിംഗ് മൗസ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് മെയിനായിട്ട് ഈ ഒരു ലൈറ്റും കാര്യങ്ങളൊക്കെ RGB ലൈറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇത് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഇപ്പോൾ റെഡ് ഗിയർ എന്ന് പറഞ്ഞ ബ്രാൻഡാണ് ഈ ഒരു മൗസ് എന്ന് പറയുന്നത്. ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ ഈ ഒരു സോഫ്റ്റ്വെയർ തന്നെ വേറെ സെപ്പറേറ്റ് ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു 7 ബട്ടണാണ് ഇതിന് നൽകിയിട്ടുള്ളത്. അതിൽ 1, 2, 3, 4, 5, 6, 7 ഈ ഒരു 7 ബട്ടൺ വരുന്ന ഈ ഒരു മൗസിൽ നമുക്ക് എല്ലാ ബട്ടണും നമുക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അപ്പം അത് മാത്രമല്ല നമുക്ക് ബ്രെയ്ഡഡ് കേബിളും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് അത്യാവശ്യം ലോങ് ലൈഫും ഈ ഒരു മൗസ് തരുന്നുണ്ട്. അടുത്ത ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് കീബോർഡാണ്. ഈ കീബോർഡ് എന്ന് പറയുമ്പോൾ എക്സ്റ്റേണൽ കീബോർഡ് നമ്മൾ വാങ്ങുന്ന സമയത്ത് ഇപ്പം വയേർഡും വയർലെസ്സും നമുക്ക് അവൈലബിൾ ആണ്. ഇപ്പോൾ സ്റ്റുഡൻസിനാണെങ്കിൽ അത്ര വലിയ ആവശ്യം ഉണ്ടാവില്ല. ഈ ഒരു ലാപ്ടോപ്പിൽ തന്നെ ഇൻ്റഗ്രേറ്റഡ് വരുന്ന ആ ഒരു കീബോർഡ് തന്നെ അവർക്ക് മതിയാവും. ഇനിയിപ്പോൾ എല്ലാ ഓഫീസ് പർപ്പസിനാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം അവർക്ക് ഒരു എക്സ്റ്റേണൽ കീബോർഡ് ഉണ്ടെങ്കിൽ അത്യാവശ്യം സുഖമായിട്ട് ടൈപ്പും കാര്യങ്ങളൊക്കെ ചെയ്ത് അതാണ് ഏറ്റവും ഒന്നുകൂടി യൂസർ ഫ്രണ്ട്ലി പറയുമ്പോൾ. അതുപോലെ തന്നെ എഡിറ്റിങ്ങും അല്ലെങ്കിൽ ഗെയിമിങ്ങിനായാലും സെപ്പറേറ്റ് ഒരു എക്സ്റ്റേണൽ കീബോർഡ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഗെയിമിങ്ങിനും അതുപോലെ തന്നെ എഡിറ്റിങ്ങിനും യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് എക്സ്റ്റേണൽ കീബോർഡ്, അത് വിത്ത് ഈ ഒരു മെക്കാനിക്കൽ കീസ് വരുന്ന കീബോർഡാണ് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ അടുത്ത ഗാഡ്ജറ്റ് എന്ന് പറയുന്നത് ക്ലീനിങ് ടൂളാണ്. ക്ലീനിങ് ടൂൾ എന്ന് പറയുമ്പോൾ അതിൻ്റെ സ്പ്രേയർ ഉണ്ടാവും, അതുപോലെ തന്നെ ക്ലീൻ ചെയ്യാനുള്ള ഒരു ക്ലോത്തും ഉണ്ടാവും. അപ്പം അത് ഈ രണ്ട് കാര്യങ്ങളും മെയിനായിട്ട് അവർ എല്ലാ ലാപ്ടോപ്പും ഏത് ടൈപ്സ് ഓഫ് യൂസേഴ്സ് ആയിക്കോട്ടെ അവർ ഏത് ലാപ്ടോപ്പാണ് യൂസ് ചെയ്യുന്നത് അത് എന്തായാലും നിങ്ങൾ ഈ പർപ്പസ് കഴിഞ്ഞാൽ നിങ്ങൾ യൂസ് കഴിഞ്ഞാൽ നിങ്ങൾ ക്ലീൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. ഈ ലാപ്ടോപ്പിൻ്റെ ഉള്ളിലുള്ള കുറച്ച് ഫാൻസ് ഉണ്ട്. അപ്പോൾ ആ ഫാൻസിൻ്റെ ഉള്ളിലൊക്കെ മെയിനായിട്ട് ഡസ്റ്റ് കാര്യങ്ങളൊക്കെ വേഗം കയറും. അപ്പോൾ അതൊന്നും ഈ ഒരു ലാപ്ടോപ്പിൻ്റെ ഇതിൻ്റെ ഉള്ളിലേക്കൊന്നും പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വേഗം ക്ലീൻ ചെയ്തിട്ട് വെക്കാൻ പറയുന്നത്. ഇനിയിപ്പോൾ എഡിറ്റിങ് അല്ലെങ്കിൽ ഗെയിമൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരെന്നുണ്ടെങ്കിൽ അവർക്ക് ഞാൻ സജസ്റ്റ് ചെയ്യുന്ന വേറൊരു ഗാഡ്ജറ്റാണ് ഈ ഒരു കൂളിംഗ് പാഡ്. ഈ കൂളിംഗ് പാഡിൻ്റെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു എയർ കാര്യങ്ങളൊക്കെ ഈ ഒരു ലാപ്ടോപ്പിന് സക്ക് ചെയ്ത് കൊടുക്കും. അപ്പം ഇതിപ്പോൾ 2 ഫാൻസാണ് ഈ ഒരു കൂളിംഗ് പാഡിൽ ഉള്ളത്. ഇതിപ്പോൾ നമുക്ക് USB ആയിട്ട് കണക്ട് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. ഇപ്പം ഞാൻ മൗസിൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ടൊരു സംഭവമാണ് ഈ മൗസ് പാഡ്. ഈ മൗസ് പാഡ് ഇല്ലാതെ നിങ്ങൾ ഈ ഒരു എക്സ്റ്റേണൽ മൗസ് നിങ്ങൾ യൂസ് ചെയ്യാതിരിക്കുക. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ ഈ ഒരു ഇതിലേക്ക് സ്ക്രാച്ച് വരാനും ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സെൻസറിന് നിങ്ങൾ കംപ്ലൈൻറ്റ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണ് ഈ ഒരു അതുപോലെ തന്നെ നമുക്ക് നല്ല മൂവ്മെൻറ്റ്സ് ആയിരിക്കും കിട്ടുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. തൊട്ടത്തുള്ള ബെല്ലേക്കും കൂടി അമർത്താനും മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതുപോലെ തന്നെ അഭിപ്രായം കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. അപ്പോൾ എന്തായാലും നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരെ ബൈ. പിന്നെ ഞാൻ തരാൻ പോവാണ്.